ശരി ശരി, എത്തിയിട്ട് വിളിക്കണേ, മറക്കരുത്. എന്തായാലും എത്തിയ രണ്ടുപേരോടെ പോയിക്കൊണ്ടിരിക്കുവോ, ഇതുവരെ എത്തിയിട്ടില്ല. എന്റെ പൊന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളണേ, അല്ലെങ്കിൽ വഴി കിടന്ന് രണ്ടും കൂടെ അടി കൂടും. അടി മഴക്കൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് കടന്ന രണ്ടും ഭയങ്കര കൂട്ടല്ലേ. ഒന്നാമത്തതേ ആലപ്പുഴ പോയി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയേക്കണതാ രണ്ടാളും കൂടെ. ഈ സെക്യൂരിറ്റി കാശ് കിട്ടിയിരുന്നെങ്കിൽ ഇടക്കിടക്ക് പോക്ക് ഒഴിവാക്കായിരുന്നു. ഇതിപ്പോ അമ്പലത്തിൽ പോയവരെ കാണാത്ത എന്താമ്മേ? അമ്മാവനും ചെറുകുട്ടിയും കൂടെ അല്ലേ പോയിരിക്കുന്നത്. ഇനിയിപ്പോ വഴിയിന്ന് കടയിൽ കയറി ചായയും കുടിച്ച് തിന്ന് കുടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. മസാല ദോശ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഇന്ന് പുള്ളിക്കാരി ഒരുങ്ങി കെട്ടി പോയത്. അല്ലെങ്കിൽ അവൾക്ക് അമ്പലത്തിൽ പോകാൻ മടിയാ. എനിക്കും പോവായിരുന്നു, മസാല ദോശ കഴിക്കാൻ തോന്നുന്നു. നിനക്ക് അത്ര കൊതിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അഴകന്റെ അടുത്ത് വിളിച്ച് പറയാം ഒരു പാഴ്സൽ കൊണ്ടുവരാൻ. സത്യം പറയല്, ഇത് കേട്ടപ്പോ എനിക്കും കൊതി വരുന്നു. എന്താന്ന് മസാല ദോശ അമ്മയ്ക്കും വേണോന്ന് എനിക്കും. വിളിക്കട്ടെ? വേണോ? വേണോ? എനിക്ക് വേണ്ട. അതിന്റെ അമ്മാന്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന കാശ്? എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക്. ആരാ അതൊക്കെ പറയാ. അടുത്ത് കയറി ഇരുന്നോളൂ. കുടിക്കാൻ കുറച്ച് കാപ്പി കയറി മോളാണ്ട് കൊണ്ടു. ഞാൻ തൊഴലൊക്കെ കഴിഞ്ഞിട്ടേ ഇവൾക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പോ ഹോട്ടലിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. ആ സമയത്ത് എന്തോ ആലോചിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു ബൈക്ക് വന്ന് അങ്ങോട്ട് നിർത്തി. എന്നിട്ട് ആ ബൈക്കിലെ പയ്യൻ എന്തൊക്കെയോ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇടപെട്ടിട്ട് അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് ആരാ എന്താന്ന് ചോദിച്ചപ്പോ പാവത്തിന്റെ കൂടെ വന്നവരൊക്കെ കൂട്ടം തെറ്റി. അവരെനിപ്പോ അന്വേഷിച്ചോണ്ട് നടക്കണ്ടാവും. എവിടാ വീട്? അമ്പലപ്പുഴ. അമ്മിണിന്നാ പേര്. അമ്മിണി ചേച്ചി, വീട്ടിൽ ആരുടെങ്കിലും ഫോൺ നമ്പർ അറിയാവോ? നമുക്ക് വിളിച്ചു നോക്കായിരുന്നു. എന്റെ കയ്യിൽ ഫോണില്ല, ആരുടെയും ഫോൺ നമ്പർ എനിക്ക് കാണാതെ അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ ചോദിച്ചു, അതൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ പേടിച്ച് നിൽക്കുമ്പോഴാ പുണ്ണിച്ചേട്ടനെ കണ്ടപ്പോ കൂടെ പോരുന്നത്. പുണ്ണിച്ചേട്ടനോ? ആ അതെ, ഈ കുട്ടിയുടെ അമ്മാമന്റെ മകൻ ഒരു അപ്പുണ്ണിയാണ്. എന്നെ കണ്ട അതേ അപ്പുണ്ണിയുടെ ചായയാണ്. ശരി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് സഹോദരനുണ്ട്, അവർക്ക് 2 കുട്ടികളും ഉണ്ട്. ഓ, ചേച്ചിയുടെ മക്കളൊക്കെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ. ഞാനും. എന്റെ ഇത്ര നാളായിട്ട് കല്യാണം ഒന്നും കഴിക്കാതിരുന്നേ? അതെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മാവന്റെ മോൻ അപ്പുണ്ണി, പുണ്ണി ചേട്ടനുമായിട്ട് എന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചു വെച്ചേക്കുമായിരുന്നു. എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം ചേട്ടൻ പട്ടാളത്തിൽ ജോലി കിട്ടിയേ. അങ്ങനെ പോയി പിന്നെ അവിടെ ചെന്നപ്പം യുദ്ധത്തില് അയ്യോ വിഷമിക്കണ്ട. അതുകൊണ്ടാണോ പിന്നെ കല്യാണം കഴിക്കാൻ? പിന്നെ ഞാൻ ആ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. സാരമില്ല, ചായ കുടിക്കാം. അതെ, എന്നാ ഞാനൊന്ന് അവിടെ അമ്പലത്തിന്റെ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം. ഇനിയിപ്പൊ ആരെങ്കിലും അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനിയിപ്പൊ ആരും കണ്ടില്ലെങ്കിൽ ആ ഹോട്ടലിൽ ഞാൻ എന്റെ അഡ്രസ്സ് കൊടുത്തിട്ട് അന്വേഷിച്ച് വന്നാ നേരെ ഇങ്ങോട്ട് വരാൻ പറയാം. എന്നാ ശരി, വേഗം ചായ കുടിച്ചിട്ട് പോവാൻ നോക്ക്. ചായ കുടിക്കേച്ചി. ചായ കുടിക്കേ. അമ്മയ്ക്ക് വേണ്ട, ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, സ്വന്തം വീടായിട്ട് കരുതിക്കോ. എന്തായാലും അവര് വരും. അവരെ എന്നെ കാണാതെ ആകെ പേടിച്ച് നിൽക്കുമായിരിക്കും. അതാ എനിക്ക് പേടി. അയ്യോ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, എന്തെങ്കിലും ഒരു പരിഹാരം അവൻ കാണും. അതെ, എന്താ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അയ്യോ അതിനെന്താ, ജമന്തി ആ കുളിമുറി ഒന്ന് കാണിച്ചു കൊടുക്കും, തോർത്ത സോപ്പ് ഒക്കെ എടുത്ത് കൊടുക്കും. ചേച്ചിയുടെ സാരി ഒരെണ്ണം എടുത്തു കൊടുക്കും. അതെന്താ കൊടുക്കാലോ. ചായ കുടിച്ചില്ലല്ലോ. ഞാൻ കുടിക്കാം. പാവൊക്കെ പോയി ഉടുപ്പ് മാറ്റിക്കടി. ആ പുതിയ ഉടുപ്പിട്ടിരിക്കണോ ചെല്, മാറ്റി. അമ്മ വേഗം വരാം. അമ്മാവാ, ഇത്രയും കരുണയൊക്കെ ഉണ്ടായിരുന്നു അമ്മാവന്? പാവടി, കല്യാണം കഴിയാത്തൊരു സ്ത്രീയല്ലേ. എന്നാ ചെല്ല് പോയി നിക്കാതെ, ഇനി അവരാരെങ്കിലും തിരക്കുണ്ടാവും. അമ്മേ ഞാൻ പോയിട്ട് പിന്നെ വരാവേ. ഇനി അത് ചെളിയാക്ക്. ഊരിയിട എന്റെ പെണ്ണേ. അമ്മ എന്ത് രസായിരുന്നു നീ പാവട ഇട്ടിട്ട്. ആ അമ്പലത്തിൽ നിന്ന് എല്ലാവരും എന്നെ നോക്കിയേ. നിനക്ക് കറുപ്പായിരുന്നല്ലോ ഇഷ്ടം.
ആ കറുപ്പിട്ടുന്നെങ്കിൽ ഇതിനെയും കാട്ടിയും ഭംഗിയായന. പിന്നെ കുഴപ്പമില്ല. വന്നേ എനിക്കിതാണ്ട് ഇവിടെയൊക്കെ ചൊറിയുന്നു. ചൊറിയോ നിനക്ക് അല്ലെങ്കിലും പാവടം ബ്ലൗസ് ഇടുമ്പോ ചൊറിച്ചിരി ഇച്ചിരി കൂടുതലാ. അമ്മ തച്ചോണ്ടാ. ഈ മാലയൊക്കെ മാമിയുടെ മാലയാവും ഊരി വെച്ചേ. അമ്മ എനിക്ക് ഇതേപോലത്തെ സ്വന്തമായിട്ടൊരു മാല വാങ്ങിച്ചോ. നല്ല ഭംഗിയുണ്ട് എനിക്ക്. ഇത് ചോദിക്കുമ്പോ ചമന്തി മാമ ഇങ്ങ് തരുമല്ലോ, പിന്നെ ഇതിനിപ്പോ സ്വന്തമായിട്ട് മേടിക്കണേ. എന്നാലും വയറ് നിറഞ്ഞിരിപ്പുണ്ടല്ലോ മസാല ദോശ ഒന്നോ. പിന്നെ സൂപ്പർ സ്പെഷ്യൽ ആയിരുന്നു അതിന്റെ അകത്ത്. എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടല്ലോ. ആരും പറഞ്ഞു കൊണ്ടുവന്നു. അത് അമ്മ ആ മുറിയിലടുത്ത് വെച്ച എങ്ങനെ കാണിച്ചു. ഇനിയിപ്പൊ അമ്മയ്ക്ക് കിട്ടിയതാ. ആ ജമന്തിയമ്മ ഇന്നാണ് പാവം. എവിടുന്ന് കിട്ടിയടി അമ്മൂമ്മനെ? അയ്യോ അമ്മ, നമ്മൾ ഈ മസാല ദോശ വാങ്ങിച്ചില്ലേ, അത് എന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ അമ്മൂമ്മ ക്രോസ് ചെയ്ത് വരണേ. ഒരു സ്കൂട്ടർ ആണെങ്കിൽ വന്ന് ഇപ്പൊ ഇടിച്ചാനാ അമ്മൂമ്മ വീണു. പക്ഷെ അവസാനം അപ്പൂപ്പനാണെങ്കിൽ ഓടി ചെന്ന് എടുത്തതും അമ്മൂമ്മ എന്റെ അപ്പുണ്ണി ചേട്ടാന്ന് അപ്പൂപ്പൻ നെട്ടിപ്പോയി. പിന്നെ ആ അമ്മൂമ്മയെ നമ്മള് എണീപ്പിച്ച് ഒരു കടയിൽ കയറി വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. ആ പിന്നെ അപ്പൂപ്പൻ അവിടെ ഫുൾ നോക്കി അമ്മമ്മേരെ ആരേലും അവിടെ ഉണ്ടോന്ന്. ഒരു രക്ഷയിൽ ആരും കണ്ടില്ല. പാവല്ലേ. ആ അങ്ങനെ നമ്മൾ അമ്മമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഇപ്പൊ അമ്മയ്ക്ക് ആ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ആരും ഫോൺ നമ്പർ പറഞ്ഞൂടാ, വഴി അറിഞ്ഞൂടാ. പാവം. ഇതാ ഞാൻ പറയാൻ എനിക്കൊരു ഫോൺ വാങ്ങിച്ചായിരുന്നോന്ന്. എന്നെ എല്ലാം കാണാതെ എങ്ങനെ കണ്ടുപിടിക്കും? ഫോണ് നിന്നെ കാണാതെ എങ്ങനെയാ? അല്ല എന്നെ ആരെങ്കിലും ഇനി അഥവാ പിടിച്ചോണ്ട് പോവേണെങ്കിൽ പിടിച്ചോണ്ട് പോയാൽ അവര് 10 മിനിറ്റ് കഴിയുമ്പോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിൽക്കും. കാരണം തീറ്റ തന്ന മുടിയേ അവര്. അമ്മ കഴിക്കൂല. ആ അമ്മ പിന്നെ കഴിക്കണതോ? അമ്മയ്ക്ക് കഴിക്കാൻ അമ്മ വലുതല്ലേ. പിന്നെ ഞാനോ? പോയേ ഉടുപ്പൊക്കെ ഊരിയിട്ട് വാ ചെല്ലു. ഈ ഉടുപ്പ് എനിക്കൊന്ന് ശരിയാക്കി തരും. ആ മാല നമ്മള് പൊട്ടിക്കും. ആ കണ്ടോ പൊട്ടി. വാ എന്നിട്ട് ഉടുപ്പ് മാറിയിട്. ചെല്ല് ചെല്ല് ചെല്ല്. എന്നിട്ട് വാ ഓടിച്ചല്ല എന്റെ അമ്മയുടെ അടുത്ത് ചെല്ല്. ചെല്ല്. അവിടെ ഇട്ടേക്കണ ഉടുപ്പ്. വെളുപ്പിന് എങ്ങനെ അമ്പലത്തിൽ വന്നായിരിക്കും അമ്മേ? അതായിരിക്കും ഇത്ര ക്ഷീണം. നല്ല ഉറക്കോ. ആരെങ്കിലും കണ്ട അമ്മ? ഇതുവരെ ആരും അന്വേഷിച്ചു വന്നിട്ടൊന്നുമില്ല. ഞാൻ അഡ്രസ് കൊടുത്തിട്ടുണ്ട്, വന്നങ്ങനെ. നന്നായി. അല്ല എവിടെ അമ്മണി? പുളിയും കഴിഞ്ഞ് നല്ല ഉറക്കം. പാവം. അത് ഈ വീട്ടുകാരൊക്കെ കാണാത്തന്റെ ടെൻഷൻ കൊണ്ടേ അങ്ങനെ കിടന്നുറങ്ങാവും പാവം. ഇനിയിപ്പൊ ആരും തിരക്കി വരാത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മ? പിന്നെ കാലം വല്ലാത്ത കാലമാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവളെ മേളിൽ ഒരു കണ്ണുണ്ടാവണം കേട്ടാ. ഇതാണ് ചേച്ചിയുടെ കുഴപ്പം. ആരെ കണ്ടാലുണ്ട് ഒരു തെറ്റിദ്ധാരണ. അതിന് കണ്ടറിഞ്ഞൂടെ അത് തറവാട്ട് പറഞ്ഞതാണ്. അമ്മ അങ്ങനെയൊന്നും പറയണ്ട. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഒരു കാര്യമില്ലടി. അതെ ആ കുട്ടി നീക്കുമ്പോഴേക്കും അതിന് വായിക്ക് തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. അയ്യോ എന്തൊരു ഉത്തരവാദിത്തം. ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളു. ഞാനേ തങ്കത്തിന്റെ വീട്ടിലോട്ടൊന്ന് പോവുക കേട്ടാ. നോക്കിക്കോളണേ. നോക്കിക്കോളാം. അമ്മിണി ചേച്ചി, അമ്മിണി ചേച്ചി, അമ്മിണി ചേച്ചി. അമ്മ ഒന്നിങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. അവർ എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. അറിയത്തില്ല എന്താ. അമ്മിണി അവര് വാതിൽ തുറക്കുന്നില്ല. കഥ ഉറക്കുന്നില്ല. ഞാൻ എന്ത് വേണം? ഇവിടെ കിടന്ന് വല്ലതും സംഭവിച്ചാൽ എന്ത് ഉത്തരം പറയണം ഞാൻ? എന്താ ചെയ്യേണ്ടത്? പോലീസിൽ അറിയിച്ചാലോ? അറിയിച്ചാൽ മതിയായിരുന്നു. അതിപ്പോ ഒന്നും വയസ്സുകാലത്തോടെ തോന്നിയ കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ അതൊന്നും പറയുന്നു. ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നുന്നു നമുക്ക്. അങ്ങോട്ട് പൊക്കാൻ എന്താ ഞാനും നോക്കട്ടെ. ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉത്തരം പറയണം. അമ്മിണി, 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 അപ്പുണ്ണിയേട്ടനെ വിളിക്കണേ. വാതില് തുറന്നേ. എനിക്ക് വയ്യ. പുണ്യേട്ടാ ഭയങ്കര ക്ഷീണം. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. വല്ലതും കഴിക്കണ്ടേ? ചോറ് വെച്ച് എനിക്കൊന്ന് കുളിക്കണം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഭയങ്കര ക്ഷീണമുണ്ട്. അത് ഇപ്പൊ കുളിച്ച ഡ്രസ് മാറിയതല്ലേ? ഇതിനെന്താ? എനിക്കറിയത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം കുളിക്കാൻ പോകുന്നത്. ഇതിന് വട്ടാന്ന് തോന്നുന്നു.
വട്ടാന്നാ തോന്നുന്നു. അമ്മാവന് വലിയ കാര്യമുണ്ടായിരുന്നു ഇതിനെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാൻ. നമ്മളൊരു മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്തു പോയതല്ലേ. ഭക്ഷണം എടുക്ക്. വാ. അതെ, ഒരു കണ്ണുണ്ടായിക്കോട്ടെ കേട്ടോ. വല്ല വിവേകം കാണിച്ച് ഉത്തരം പറയേണ്ടി വരും. എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കോ, അല്ലെങ്കിൽ ദൈവമേ ഞാൻ. അമ്മാവന് കൈ കഴുകണമെങ്കിൽ ഇങ്ങോട്ട് വരാട്ടോ. അല്ല, കഴിക്കാം പുണ്യേട്ടാ, കഴിക്കാം. അമ്മാവന് മറ്റേ ഗുളിക കഴിക്കാനുണ്ടല്ലോ, മറ്റേ. അതെ, അത് മറന്നു. അത് പോയി കഴിക്കാൻ. അവിടെ ഇരിക്കേ. ആ, അപ്പുണ്ണിയുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. അവരാരും അപ്പുണ്ണിയുടെ കാര്യം നോക്കണ്ട. ഇത്ര നാൾ അവരല്ലേ നോക്കിയത്, ഇനി ഞാൻ നോക്കിക്കോളാം. അപ്പുണ്ണിയേട്ടൻ കഴിക്കും. അവൻ തന്നെ അനുഭവിക്കട്ടെ. എന്നാലും ചേച്ചിയും ചമന്തിയൊക്കെ ഇങ്ങോട്ട് പാടി. ആരും വരുന്നില്ല. കഴിച്ചു. അപ്പുണ്ണിയേട്ടൻ കഴിക്കും. അനുഭവിക്കണം. എന്താ പുണ്യേട്ടാ, എന്താ പുണ്യേട്ടാ? ഇത്ര നാള് നിങ്ങളല്ലേ നോക്കിയത്, ഇനി ഞാൻ പുണ്യേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പുണ്യേട്ടൻ വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും. പട്ടിന്റെ അടുത്ത് കയറി ഇങ്ങോട്ട് വരാൻ. അപ്പുണ്യേട്ടൻ വെള്ളം കുടിക്കാം പുണ്യേട്ടാ. അവളെ നടി കൊള്ളണോ നിനക്ക്? കൈ എടുത്തോ, അവിടെ ഇരുന്നോ, ഇരുന്നോ. അപ്പുണ്ണിയേട്ടൻ കഴിക്കാട്ടോ. ആ കഴിച്ചോ, കഴിച്ചോ. എന്താ പുണ്യേട്ടാ എരിവീണോ? അപ്പുണ്യ വെള്ളം കുടിക്കാം, കുടിക്കാം. നീ കുറെ കുടിക്കും വെള്ളം. നീ വെള്ളം കുടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പുണ്യേട്ടന് കുറച്ച് കറി ഒഴിക്കട്ടെ. മതി. കുറച്ച് കറി പുണ്യേട്ടാ, കുറച്ച് ഓർ. അത്രേ കഴിക്കാൻ പറ്റുള്ളൂ. അതെ, അത്രേ കഴിക്കും. അറിഞ്ഞു. ഞാൻ ചോദിച്ചില്ലല്ലോ നിങ്ങളോട്. ഞാൻ കൊടുക്കണത് അപ്പുണ്യേട്ടൻ കഴിക്കും. വേണ്ട, വേണ്ട, വേണ്ട. പറഞ്ഞില്ലേ പിന്നെ എന്തോ ഞാൻ ചോദിച്ചില്ലല്ലോ നിങ്ങളോട്. ഞാൻ പറയണത് അപ്പുണ്യേട്ടൻ കേക്കും. ഇത്ര നാള് നിങ്ങളല്ലേ നോക്കിയത്. ആ, ഇനി ഞാൻ പറയണത് അപ്പുണ്യേട്ടൻ കേക്കും. അപ്പുണ്യേട്ട നല്ല രുചിയുണ്ട്, ടേസ്റ്റ് ഉണ്ട് അപ്പുണ്യേട്ട. മോള് എപ്പോഴും അപ്പുണ്ണിയേട്ടൻ തിന്നാ കുറച്ച് മോള് തിന്നില്ലേ? ഇനി മോള് കഴിച്ചാട്ടാ. അപ്പുണ്ണിയേട്ടൻ ഇപ്പൊ കൈ കഴുകിട്ട് വരാം. മോള് ഇപ്പൊ വരാട്ടാ. കഴിക്കും, മുഴുവൻ കഴിക്കണം. കുച്ചു 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 കഴിക്കും, കഴിക്കും. എന്തോ ചെയ്യുന്നു? എങ്ങനെയെങ്കിലും ഈ മാരണത്തിന് ഇവിടുത്തെ പാടിച്ചു. ആരെങ്കിലും വന്നില്ലെങ്കിൽ ഇത് എന്തെങ്കിലും കാട്ടിക്കൂട്ടോ. വിളിക്കാം, വിളിക്കാം. അമ്മാവൻ ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടും. നീ കൊറേ രക്ഷപ്പെടും. ഇനി അതിനെ കെട്ടലേ ഉണ്ടാവുള്ളൂ. ആ പിന്നെ അല്ലാതെ എന്തെങ്കിലും മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അറിയണ്ട. അപ്പൊ കളിയാക്കല. മനുഷ്യനെ കളിയാക്കണ ഒരു പരിധിയൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നും അറിയാതെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്തു പോയതല്ലേ. ഇതാ മനുഷ്യത്വം. ഇത് മനുഷ്യത്തല്ല വിവരയില്ലായ്മ. ഒരാളെ വിളിച്ചോണ്ട് വരുമ്പോഴത്തേന് എന്താ ഏതാണെന്ന് ആലോചിക്കണ്ടേ, ഒന്ന് അന്വേഷിക്കണ്ടേ? ഇനി നമ്മൾ തമ്മിൽ അതും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിനെന്താ പരിഹാരം എന്ന് പറയും. അതൊന്നും ഇവര് പറയില്ലല്ലോ. ഉടലിൽ പെട്ട് കഴിഞ്ഞാ അതിന്റെ മുകളിലിട്ട് അങ്ങോട്ട് കുത്തുക. ഞങ്ങളോട് വിളിച്ചു ചോദിച്ചിട്ടല്ലോ ഓരോന്ന് ചെയ്യണത്. ഇതന്നെ എല്ലാരും കൂടി കളിയാക്കേണ്ടല്ലോ. അതിന്റെ അവസ്ഥ എനിക്ക് ഞാൻ ഭ്രാന്ത് പിടിച്ച അതിഥി നടക്കുന്നതാണോ? ഒന്നെങ്കിൽ പോലീസിൽ എങ്ങനെ അറിയിക്കാം. നിങ്ങൾ കുറച്ചൊരു സമാധാനം തരുമോ? ആ സാധനം എവിടെ? പിന്നെ കുളിക്കാൻ കയറി അമ്മേ. എത്രാമത്തെ കുളി ചെയ്ത്? അപ്പൂപ്പ ഇത് എങ്ങനെ ഉണ്ടാക്കണ നമ്മള്? അപ്പൂപ്പ
പിള്ളേരെ വന്നേ, ഇങ്ങോട്ട് വാ. അഴകേഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്. അഴകേശ ഞാനാ. ഹോട്ടലിൽ ചെന്നപ്പം പറഞ്ഞായിരുന്നു അമ്മണി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ആ ഉണ്ട് മക്കളെ, അമ്മണി ചേട്ടി വിളിച്ചോണ്ട് വാ. ചെല്ലി ചെല്ലി. ഞാൻ അവിടെ അഡ്രസ് കൊടുത്തിരുന്നു, ആരെങ്കിലും വന്ന് അവിടെ വരാൻ പറഞ്ഞിട്ടേ. ആ അമ്മണി ചേച്ചിയെ കൊണ്ടുപോകാൻ വന്നാ. ഓ സന്തോഷം. വേഗം കൊണ്ടുവാ. അതെ വരുന്ന. ചേച്ചി പോവാം. ഞാൻ വരുന്നില്ല. ഞാൻ വരില്ല. ഞാൻ അപ്പുണ്ണി ചേട്ടൻ്റെ അവിടെ ഇവിടെ നിൽക്കണേ ഉള്ളൂ. അമ്മേ നാണം കെടുത്താതെ വാ, പോവാം, നമുക്ക് പോവാം, വാ. ഞാൻ വരുന്നില്ല. മോനാണാ? അതെ മകനാണ്. അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല എന്നാലും ഞങ്ങളോട് പറഞ്ഞു. ചേച്ചിക്ക് കുറച്ച് മാനസിക പ്രശ്നമുണ്ട്. എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഇതാവസ്ഥ. ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഈ പുണ്ണിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട അതാരാ? എൻ്റെ അച്ഛൻ്റെ പേരാ. അച്ഛൻ മരിച്ചുപോയെന്നല്ലേ പറഞ്ഞു? അതെ. പക്ഷെ ഈ പേരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ മരിച്ചുപോയി, പക്ഷെ അമ്മയ്ക്ക് മാനസിക പ്രശ്നം കൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. പാവം. എന്തായാലും ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടത് നന്നായി. ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കൊണ്ടുപോയിക്കോളൂ. ചേച്ചി പോവാം. ഇല്ല, നീ അമ്മേ, വാ, പൊക്കോ, പോവാം, ഞാൻ നമുക്ക് പോവാം. വരില്ല. അപ്പുണ്ണി ചേട്ടാ. അമ്മണി ചേച്ചി, അപ്പുണ്ണിച്ചേട്ടൻ വരും, അങ്ങോട്ട് വിളിക്കാൻ വരും. അങ്ങോട്ട് വിളിക്കാൻ പോവണ്ടേ നമുക്ക്? ഞാൻ വരും. ഞാൻ വരും. വരുമല്ലോ. എന്താന്ന് വെച്ചാ ഉടുപ്പൊന്നും ഇല്ലല്ലോ ഇടാൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പോയി വിളിച്ചിട്ട് വരാം. വരണേ. അപ്പൊ വരുമല്ലോ. വരും വരും. പിന്നെ വരുമല്ലോ. ഞങ്ങൾ വരും. എന്തായാലും ചേച്ചി പോവാം. ചേട്ടാ ഓ വരുമല്ലോ. പിന്നെ ഞാൻ വരും. വരുമല്ലോ. അമ്മൂട്ടിച്ചേട്ടൻ വരുമ്പോഴേ ഞാനേ നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഒരുങ്ങി അങ്ങനെ നിക്കാൻ വരണം കേട്ടോ. പിന്നെ വരുമല്ലോ. ഞാൻ വരും. വരട്ടെ മോളെ. ആന്റി വരും കേട്ടാ. അതിലോട്ട് ശരി ശരി. അമ്മാവോ അപ്പുണ്ണിന്നാ ഇപ്പൊ പേര്? അഴകേശനെ പുണ്ണി. നിന്റെ ഒരു കാര്യം അപ്പുണ്ണിച്ചേട്ടാ, പുണ്ണി. അപ്പുണ്ണിച്ചേട്ടാ. അമ്മയുടെ ചെറുക്കാൻ കൊള്ളാൻ versus Alien.